നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി താലൂക്കിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികൾ താലൂക്ക് വികസന സമിതിയിൽ. റോഡ് തകർച്ചയും ജൽജീവൻ മിഷൻ പദ്ധതി പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച രാവിലെ ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 മാസം യോഗം നടന്നിരുന്നില്ല. മുഹമ്മദ് മോഹസിൻ എംഎൽഎയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ ജനകീയ പ്രശ്നങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ അവതരിപ്പിച്ചു. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെയുള്ള റോഡ് തകർച്ച തന്നെ പ്രധാന ചർച്ചയായി. ഗ്രാമീണ റോഡുകൾ വലിയ ഗ്രാമീണ റോഡുകൾ ആകെ തകർന്നു. ഇപ്പോൾ പുരാശ്ശേരി ഭാഗത്ത് കോറികൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് വലിയ വണ്ടികൾ പോയതിന്റെ ഭാഗമായിട്ട് ഉള്ള റോഡുകൾ തകർന്ന് വലിയ രീതിയിൽ ജനരോഷമാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് കിട്ടുന്ന ഫണ്ടുകൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫണ്ടുകൾ കൃത്യമായിട്ട് പല സാങ്കേതിക തടസ്സം കാരണം നമുക്ക് ഇപ്പോൾ വിലോറായി. ഈ വർഷത്തെ ഫണ്ട് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമില്ല. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം റോഡുകൾ മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിയാത്ത സമയത്താണ് എല്ലാം നടക്കുന്നത്. അതിഗൗരവമായി എംഎൽഎയും ഒക്കെ അതിൽ ഗൗരവമായി ഇടപെട്ട് പ്രാദേശിക റോഡുകൾ നേരെക്കാനുള്ള സംവിധാനമാണ്. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും യോഗം ചർച്ച ചെയ്തു. കുടിവെള്ള കണക്ഷൻ ലഭിക്കാത്തതും കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതും ചർച്ചയായി. ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ചാലിശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വെളിയൂരിലെ ചെറുകിട ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും താലൂക്ക് വികസന സമിതിക്ക് മുന്നിൽ ചർച്ചയായി. കണ്ണന്നൂരിൽ കർഷകർക്ക് കൃഷിയിറക്കാൻ കഴിയാത്ത പ്രശ്നവും യോഗത്തിൽ ചർച്ചയായി. വാടാനംകുറിച്ചി റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ മുഹമ്മദ് മോഹസിൻ എംഎൽഎ വിശദീകരിച്ചു. മറ്റൊന്നല്ല, നമ്മുടെ വാടാനംകുറിച്ചി മേൽപ്പാലത്തിന്റെ സൈഡിൽ നിരന്തരമായി അവിടെ വിളിച്ചു പറയുമ്പോൾ ചെറുതായിട്ട് ഒരു കുഴിയടച്ചു പോകും. പിറ്റേ ദിവസം വെള്ളം നിന്ന് അവിടെ കുഴിയാവും. ഇങ്ങനെയുള്ള പ്രശ്നം രൂക്ഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. RBDCക്ക് ശാശ്വതമായ പരിഹാരം കണ്ടിട്ടില്ല. അപ്പോൾ വാടാനംകുറിച്ചി മേൽപ്പാലം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ആ സൈഡിലെ ആളുകളുടെ ദുരിതം പരിഹരിക്കാൻ അടിയന്തരമായി അവർ ഇടപെടേണ്ടതാണ്. ബന്ധപ്പെട്ട കോൺട്രാക്ടർ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഏജൻസിയാണ്. കുറച്ച് മെല്ലെപ്പോക്ക് അതിലുണ്ട് എന്നുള്ളത് കാരണം അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മേൽപ്പാലം പൂർത്തീകരിക്കാൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉള്ള വർക്ക് നടക്കാൻ എന്നുള്ളതിന്റെ അത് മെല്ലെയായതുകൊണ്ടാണെങ്കിലും ഈ ആളുകളുടെ ദുരിതം കുറക്കാൻ ശരിക്കും പറഞ്ഞാൽ ആ സൈഡിലെ അപ്രോച്ച് റോഡ് നന്നാക്കി കഴിഞ്ഞ് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്താൽ നടക്കും. അത് അടിയന്തരമായി ചെയ്യിക്കേണ്ടതാണ്. അതിന് കളക്ടർ ഇടപെട്ടുകൊണ്ട് തന്നെ ഏൽപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളത് നമുക്ക്. കൊപ്പത്തെ വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കുവാൻ നടപടിയായിട്ടുണ്ടെന്നും കൊപ്പം ടൗൺ നവീകരണത്തിന്റെ 2ാം ഘട്ടം നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും എംഎൽഎ വ്യക്തമാക്കി. വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ മെയിൻ റോഡാണെങ്കിലും മെയിൻ റോഡ് KRB അതിന്റെ പാച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അത് ടൗണിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ വികസന സമിതിയിലും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയുടെ കമ്മിറ്റിയിലും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. നമ്മുടെ സർവേ നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ സ്കെച്ചും കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവിടുത്തെ വ്യാപാരികളും അതുപോലെ ബിൽഡിംഗ് ഓണേഴ്സ് അടക്കമുള്ളവർ സഹകരിച്ചുകൊണ്ട് നമുക്ക് ടൗണിലേക്ക് റോഡ് വീതി കൂട്ടിക്കൊണ്ട് ചെയ്യുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അപ്പൊ എല്ലാവരുടെയും സഹകരണം അതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് അതിന്റെ സ്കെച്ചും മറ്റു കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പട്ടാമ്പി ടൗണിലെ വർക്ക് കൂടി വീതി കൂട്ടിക്കൊണ്ടുള്ള വർക്ക് കൂടി ആരംഭിക്കാൻ കഴിയണം. എന്നാലാണ് നമുക്ക് ആ റോഡ് പൂർണ്ണമായി അതിന്റെ ലക്ഷ്യത്തിലെത്തുള്ളൂ. അതിനെല്ലാവരുടെയും സഹകരണം വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീതാ മണികണ്ഠൻ, VP റജീന, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷറഫുദ്ദീൻ കളത്തിൽ, MK ബേബി ഗിരിജ, T ഉണ്ണികൃഷ്ണൻ, A ആനന്ദവല്ലി, V രമണി, രജി ഗോപാലകൃഷ്ണൻ, തഹസിൽദാർ ബിന്ദു, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയപാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. സൂപ്രണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെ വലിയ പരാജയമാണ്. വലിയ പരാജയം എന്ന് പറഞ്ഞാൽ ഇവിടെ വിവരിക്കാൻ കഴിയില്ല. അത്രമേൽ വലിയ പരാജയമാണ്. നിരവധി ആരോപണങ്ങളാണ് എല്ലാ ദിവസവും അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പലതവണ ഇത് നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഇദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റണം എന്നുള്ളത്. പക്ഷേ ഇതുവരെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെ പരാതി നൽകിയിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെയും അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല. 1000-ലധികം രോഗികൾ ഒരു ദിവസം വരുന്ന OP പ്രവർത്തിക്കുന്ന ഒരു ആതുരാലയം കൂടിയാണ് ചാലിശ്ശേരി CHC. അവിടുത്തെ ആ ആശുപത്രിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ കൂടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് അവിടെ ഫുൾ ടൈം പോയിട്ടിരിക്കാനൊന്നും കഴിയുന്നില്ല. അത് ചെയ്യേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ
അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക്, ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് എന്നുള്ള നിലയ്ക്ക് സൂപ്രണ്ട് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് തന്നെ ഒരു ശരിയായ ഒരു പ്രവർത്തനം പോലും നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പോൾ ബന്ധപ്പെട്ട ഈ ഒരു വിഷയം ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും അടിയന്തരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റു നടപടികളിലേക്കൊക്കെ തന്നെ പോകേണ്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതിയിലേക്ക് പോവാതെ അദ്ദേഹത്തെ ഉടനടി മാറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇത് മിനിസ്റ്റർ കുമരനെല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥി സംഘർഷം. സ്ഥലത്ത് തൃത്താല പോലീസ് നടത്തിയ പട്രോളിംഗിൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ പോലീസ് പിടികൂടി. വിദ്യാലയത്തിലെ +2, +1 വിദ്യാർത്ഥികളും 10ാം ക്ലാസ് വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം നടന്നിരുന്നു. തുടർന്നാണ് തൃത്താല പോലീസ് സ്ഥലത്ത് പട്രോളിംഗ് നടത്തിയത്. നാട്ടുകാർ നൽകിയ സൂചന പ്രകാരം കുട്ടികൾ കൊണ്ടുവന്ന 9 ബൈക്കുകൾ പോലീസ് പിടിച്ചെടുത്തു. പിടികൂടിയ ബൈക്കുകൾ ലോറിയിൽ കയറ്റി തൃത്താല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തൃത്താല SI സുഭാഷ്, SCPO ലത്തീഫ്, CPOമാരായ സജിത്ത്, സൻഫീർ എന്നിവർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് നടപടികൾ സ്വീകരിച്ചത്. കൂറ്റനാട് സെന്ററിൽ കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ട ബൈക്കിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ കൂനമൂച്ചി സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. പടിഞ്ഞാറങ്ങാടി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ടതോടെ എതിർദിശയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. റോഡരികിലെ പോസ്റ്റിൽ ഇടിച്ച ശേഷമാണ് കാർ നിന്നത്. ബൈക്കിലിരിക്കുകയായിരുന്ന യുവാവിനാണ് പരിക്കേറ്റത്. എടപ്പാൾ സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഞാനൊരു വാടകയായിട്ട് വെച്ചിട്ട് വണ്ടി നിർത്തിയിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തായിരുന്നു എടപ്പാളിൽ നിന്ന് വരുന്ന ടീമാണ്. ബുള്ളറ്റ് ഇവിടെ നിർത്തിയിട്ട ബുള്ളറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നിയന്ത്രണം ഉറങ്ങിപ്പോയതാണോ എന്താണെന്ന് അറിയില്ല. റോങ് സൈഡ് നിയന്ത്രണം വിട്ടിട്ട് നിർത്തിയിട്ട ബുള്ളറ്റിൻ്റെ മേലെ വന്നിടിക്കുകയായിരുന്നു ഉണ്ടായി. ആ നിർത്തിയിട്ടിട്ട് ആ ബുള്ളറ്റ് പിന്നെ ഈ പോസ്റ്റുമ്പ് വന്നിട്ട് ഇടിച്ച കാരണം നിന്നതാണ്. എന്തോ ഭാഗ്യം കൊണ്ട് വലിയൊരു അപകടം ഒഴിഞ്ഞ് കിട്ടി. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കാറുള്ളായിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPM രംഗത്ത്. ഓട് പൊളിച്ചു വന്നവരല്ല പഞ്ചായത്ത് പ്രസിഡന്റുമാരെന്നും അവഗണന തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും CPM ജനപ്രതിനിധികൾ വ്യക്തമാക്കി. UDFിലുള്ള തർക്കങ്ങളാണ് പട്ടാമ്പി ബ്ലോക്കിൽ പ്രതിഫലിക്കുന്നതെന്നും CPM ഏരിയ സെക്രട്ടറി ആരോപിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കർഷക സഭയിൽ പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഭരണസമിതി അവഗണന കാണിച്ചുവെന്നും ഇക്കാര്യം ബ്ലോക്ക് ഭരണസമിതിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ചോദ്യം ചെയ്യുകയുമുണ്ടായിരുന്നു. ഇത് വാക്കേറ്റത്തിനും കയ്യാങ്കളിക്കും ഇടവരുത്തിയിരുന്നു. CPMനുള്ള പ്രശ്നങ്ങളാണ് ഇടത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രതിഷേധത്തിന് പിന്നിലെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇതിനെതിരെയാണ് CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറിയും ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരും രംഗത്തെത്തിയത്. ഓട് പൊളിച്ചു വന്നവരല്ല പ്രസിഡന്റുമാരെന്നും ഇവരുടെ അധികാരത്തിൽ ആരും കൈകടത്തേണ്ടെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. CPMനുള്ളിലല്ല UDFിനുള്ളിലാണ് പ്രശ്നങ്ങളൊന്നും ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ തുറന്നടിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് കൃഷിക്കാർ കൃഷിയായി മുന്നോട്ട് പോകുന്നത്. അവരങ്ങേത്തരം വരെ ബഹുമാനിക്കേണ്ടവരാണ്. ആ സഭ വളരെ ശുഷ്കിച്ച് ഒരു മാത്രമായ ഒരു പരിപാടിക്ക് നടത്തി. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ അവിടെ സംസാരിക്കേണ്ടതുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ സംസാരിക്കാൻ ആദ്യം ക്ഷണിച്ചത്. അതിന് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധികളുടെ ഒരു നിലപാടെന്താ വെച്ചെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അങ്ങനെ ഒരു സദസ്സിൽ സംസാരിക്കേണ്ടവരല്ല എന്നാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. കൃഷിക്കാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ആ യോഗത്തിൽ പങ്കെടുത്തത്, അവസാനം വരെ പങ്കെടുത്തത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ള സ്ഥിതിക്ക് അത് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിങ്ങിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. സാധാരണ നിലയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ കാര്യത്തിൽ അവരെ അവഗണിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ അവർക്ക് പറയാനോ അവകാശമുണ്ട്. പക്ഷെ അത് അവതരിപ്പിക്കാനോ ആ കാര്യങ്ങൾ അവിടെ അവർക്ക് സംസാരിക്കാനോ അവസരം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകിയില്ല, അവസരം നൽകിയില്ല. അവിടെ അവരെടുത്ത നിലപാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എവിടുന്നോ ഓടി വിളിച്ച് ഇറങ്ങി വന്നവരാണ്. ഭരണസമിതി യോഗത്തിൽ വ്യക്തിപരമായ കാരണങ്ങളാലാണ് പങ്കെടുക്കാതിരുന്നതെന്നും ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്ന സമീപനമാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്വീകരിച്ചതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സൂചിപ്പിച്ചു. ഒരു പരിപാടിയിൽ വോട്ടെടുപ്പിൽ നിന്ന് ഇവരെ വിട്ടു നിൽക്കേണ്ടി വന്നു. കാരണം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഞങ്ങൾക്കാണ് കൂടുതലുണ്ടായിരുന്നത്. അന്ന് അവർ ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു താൽക്കാലിക വിധി സമ്പാദിക്കണ്ടായി. ഞങ്ങൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിനെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് താൽക്കാലികമായിട്ട് ഒരു വിധി സമ്പാദിക്കണ്ടായി. അതിന് അപ്പീൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ പ്രസിഡന്റുമാർ ഞങ്ങൾ മെമ്പർമാർക്കും ഒരേ അവകാശമാണ്, അവർ ക്ഷണിതാക്കളൊന്നല്ല. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത് ബ്ലോക്കിലും ബ്ലോക്കിൻ്റെ കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിലും പറയേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. എപ്പോഴും ഈ വൈസ് പ്രസിഡന്റായ റഷീദ്
ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ടോ അറിയാതെ കണ്ടോ എന്നറിയില്ല. പിന്നെ പാർട്ടിയിലുള്ള ഗ്രൂപ്പിസം, പട്ടാമ്പിയിലല്ല, കേരളത്തിൽ പോലും ഒരു ഗ്രൂപ്പിസം അല്ല പാർട്ടിയിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഈ ബോർഡിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തത് എൻ്റെ മകളുടെ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ഗ്രൂപ്പിസം ഞങ്ങളുടെ കൂടെയാണ്. അപ്പോൾ അവർ പറയുന്നത് ഈ മുസ്ലിം ലീഗിൽ നിന്ന് വന്ന ഒരു മെമ്പറായത് കൊണ്ടാണ് ഇവർ നമ്മളെ ഞാൻ 10 വർഷമായി മുസ്ലിം ലീഗിൽ നിന്ന് പോയിട്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വ്യക്തമായ അവകാശമുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാർ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള അവഗണനകൾ തുടർന്നാൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നും ഇവർ സൂചിപ്പിച്ചു. 2 പഞ്ചായത്തിൽ മാത്രമാണ് UDF പ്രസിഡന്റുമാരുള്ളത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് പ്രസിഡന്റുമാർക്ക് വോട്ടവകാശമില്ലാത്തത്. മറ്റു കാര്യങ്ങളിൽ അവിടെ വോട്ടവകാശമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക്. ഭരണസമിതി അംഗമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ഞങ്ങളെ കൃത്യമായി വിളിച്ച് ഞങ്ങളവിടെ ഒപ്പിട്ട് ശരിക്കും ഞങ്ങൾക്ക് അലവൻസ് കൂടി അനുവദിക്കുന്നതാണ്. അതൊന്നും ഞങ്ങൾ ചോദിക്കാറില്ല. പക്ഷേ അതാണ് അതിൻ്റെ നിയമം. പഞ്ചായത്ത് രാജ് നിയമത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗമാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിരന്തരമായി രാഷ്ട്രീയ വിരോധം വെച്ച് ഞങ്ങൾക്കെതിരെ ശക്തമായി നിരവധി പ്രാവശ്യം അവഹേളനമാണ്. ലൈഫ് ഭവന പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ്. ലക്ഷക്കണക്കിന് വീടുകൾ കൊടുത്ത പദ്ധതിയാണ്. അത് അട്ടിമറിക്കുക എന്നത് ഇവരുടെ അജണ്ടയാണ്. അതിൻ്റെ ഭാഗമായി ആ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇവിടെ ബോധപൂർവം MLA ഉൾപ്പെടുത്താതെ പല ഭാഗങ്ങളിലും പ്രതിഷേധം നടന്നതാണ്. ഏരിയ സെക്രട്ടറിക്ക് പുറമെ ഇടതുപക്ഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പടിഞ്ഞാറങ്ങാടി പറക്കുളത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. ശനിയാഴ്ച പുലർച്ചെ 4:45 പറക്കുളം അരീക്കാട് റോഡിലാണ് പുലിക്ക് സമാനമായ ജീവിയെ ചുമട്ടുതൊഴിലാളി സുനിൽ കണ്ടത്. കാലത്ത് വീട്ടിൽ നിന്നും പടിഞ്ഞാറങ്ങാടി സെന്ററിലേക്ക് നടന്നുവരുന്നതിനിടെയാണ് സുനിൽ ജീവിയെ കണ്ടത്. പ്രദേശത്ത് പാതിവഴിയിൽ നിർമ്മാണം നിലച്ച ആൾതാമസമില്ലാത്ത വീടിന്റെ മുൻഭാഗത്തായി ശബ്ദം കേട്ടതോടെ സുനിൽ കൈവശമുണ്ടായിരുന്ന ടോർച്ച് തെളിച്ച് നോക്കുകയായിരുന്നു. വെളിച്ചം കണ്ടതോടെ പുലിക്ക് സമാനമായ ജീവി ഓടിപ്പോവുകയായിരുന്നു. കാഴ്ച കണ്ട് ഭയന്ന സുനിൽ പടിഞ്ഞാറങ്ങാടി സെന്ററിലേക്ക് ഓടുകയും സഹപ്രവർത്തകരെ വിവരം അറിയിക്കുകയുമായിരുന്നു. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് പുലർച്ചെ 6 മണിയോടെ ആളൊഴിഞ്ഞ വീട്ടിലും പരിസരത്തും പരിശോധന നടത്തി. എന്നാൽ പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകളൊന്നും സ്ഥലത്തു നിന്നും കണ്ടെത്താനായില്ല. അതേസമയം കണ്ടത് പുലിയെ തന്നെ എന്നുറപ്പിച്ചു പറയുകയാണ് പടിഞ്ഞാറങ്ങാടിയിലെ CATU തൊഴിലാളിയായ സുനിൽ. ഏതാനും ദിവസം മുമ്പ് പ്രദേശത്ത് തന്നെ പുലിക്ക് സമാനമായ ജീവിയെ മറ്റു 2 പേർ കണ്ടിരുന്നു. ഇതോടെ നാട്ടുകാരിൽ പുലിപ്പേടിയും ശക്തമായി. 5:15 ആ ടൈമിലുണ്ട് ഇയാൾ ആകെ ചതച്ചിട്ട് ഓടിയായിരുന്നു. അങ്ങനെ എന്തെന്ത് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ പുലിനെ കണ്ടു. ഞാൻ അവിടുന്ന് ആകെ പേടിച്ചാണ്. ആ കറക്റ്റ് പുലി തന്നെയാണ് ആ വീടിൻ്റെ മുന്നിൽ നിന്ന് ചാടി എന്നാ പറഞ്ഞ മൂപ്പര്. അങ്ങനെ പേടിച്ചിട്ട് അവിടെ വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ രാഷ്ട്രീയ വിവരം അറിയിക്കുന്നു. ഫോറസ്റ്റിനെ SI വരികയും ചെയ്ത് ആ സ്ഥലം കാണുകയൊക്കെ ചെയ്തു. ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാർ. പക്ഷെ ഇപ്പം എന്തൊരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളുണ്ട്, അതേപോലെ ആട്, പശു അങ്ങനത്തെ ഒരുപാടുള്ള ആളുകൾ പിന്നെ നാട്ടുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. കാരണം വെച്ചാൽ രാത്രി പുറത്തിറങ്ങാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ രാവിലെ പണിക്ക് വരുന്നതാണ്. അതുപോലെ വൈകിട്ട് തന്നെയാണ് പണി വേണ്ടി പോക്കൊക്കെ. CCTV ന്യൂസ് തൃത്താല. കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് വെച്ച് കാറും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തൃപ്പങ്ങോട് ആലുങ്ങൽ സ്വദേശി പരേതനായ കുണ്ടനി അബൂബക്കറിന്റെ മകൻ ഫൈസലാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. തിരൂർ കുറ്റിപ്പുറം റോഡിൽ കഴുത്തല്ലൂർ സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 8:30 അപകടം നടന്നത്. തിരൂരിൽ നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് കാറും കുറ്റിപ്പുറത്ത് നിന്ന് തിരൂരിലേക്ക് പോകുകയായിരുന്ന ബുള്ളറ്റുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഫൈസലും സുഹൃത്ത് കുഞ്ഞി മുഹമ്മദും കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഫൈസലിന്റെ ആരോഗ്യനില വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00,
89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. 1 രൂപയും കുപ്പിയുമുണ്ടെങ്കിൽ പടിഞ്ഞാറങ്ങാടിയിൽ നിന്ന് ഇനി 1 ലിറ്റർ തണുത്ത വെള്ളം കുടിക്കാം. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച വാട്ടർ ATMിലാണ് ഈ സൗകര്യം. പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. പടിഞ്ഞാറങ്ങാടി മാവേലി സ്റ്റോറിന് മുൻവശത്തായി സ്ഥാപിച്ച വാട്ടർ ATMിന് 500 ലിറ്റർ ശേഷിയാണുള്ളത്. നാണയം നിക്ഷേപിക്കുന്ന മുറയ്ക്ക് കുപ്പികളിൽ വെള്ളമെത്തും. അണുമുക്തമാക്കിയ വെള്ളമാണ് ലഭിക്കുകയെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വാട്ടർ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് ഓട്ടോ ഡ്രൈവർമാർ, കച്ചവടക്കാർ, യാത്രക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് ആശ്വാസമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സെബു സദക്കത്തുള്ള അധ്യക്ഷനായി. K. ശശിരേഖ, PV ഷാജഹാൻ, ബാവ മാളിയേക്കൽ, P. ജയൻ, AK നന്ദകുമാർ, KT ഫവാസ്, V. അബ്ദുള്ളക്കുട്ടി എന്നിവർ സംസാരിച്ചു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ 2023-24 വാർഷിക പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് 5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വാട്ടർ ATM പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പ്രിയപ്പെട്ട ഹരീഷ് പറഞ്ഞു. ഈ വാട്ടർ ATM എന്ന് ഉദ്ദേശിക്കുന്നത് 1 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലിറ്റർ തണുത്തതോ അല്ലാത്തതോ വെള്ളം ലഭിക്കും. ഇത് തികച്ചും ശുദ്ധീകരിച്ച വെള്ളമാണ് ഈ വാട്ടർ ATM വഴി നമ്മൾ വിതരണം ചെയ്യുന്നത്. CCTV ന്യൂസ് തൃത്താല. ഗതാഗതക്കുരുക്കിലമർന്ന് പട്ടാമ്പി ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നും റോഡരികിലെ അനധികൃത കച്ചവടങ്ങൾ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികളും രംഗത്തെത്തി. പട്ടാമ്പി ടൗൺ നാൾക്കുനാൾ ഗതാഗതക്കുരുക്കിൽ അമരുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാകുന്നത്. ശനിയാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച ഗതാഗതക്കുരുക്ക് വൈകുന്നേരം വരെയും തുടർന്നു. മേലെ പട്ടാമ്പി കൽപ്പക മുതൽ ഗതാഗതക്കുരുക്ക് ആരംഭിക്കുകയായി. പട്ടാമ്പി പാലവും കടന്ന് ഞാങ്ങാട്ടിരി വരെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. റോഡരികിലെ അനധികൃത കച്ചവടവും റോഡ് തകർച്ചയുമെല്ലാം ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുകയാണ്. ഇതിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ രംഗത്തിറങ്ങി. അനധികൃതമായി വഴിയോര കച്ചവടം ചെയ്യുന്നതുകൊണ്ടും യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ റോഡിന് ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമാണ് ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ കാരണമാകുന്നതെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. ടൗണിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതിയും നൽകി. മേലെ പട്ടാമ്പി അലക്സ് തിയേറ്റർ മുതൽ കൽപ്പക വരെ വ്യാപകമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. അനധികൃതമായുള്ള വഴിയോര കച്ചവടം തന്നെയാണ് ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് കാരണമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു. അധികൃതർ ഭാഗത്തു നിന്നും അടിയന്തരമായി നടപടി ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പത്രാസ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് സനൂപ് ഗംഗ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസിൽ പരാതി നൽകിയത്. TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാല TP ഉണ്ണികൃഷ്ണൻ അനുസ്മരണം നടത്തി. റിട്ടയർഡ് ജില്ലാ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ PK വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PV രജീഷ് കുമാർ അധ്യക്ഷനായി. കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി, ഗായകൻ നിഖിൽ പ്രഭ. 2023-24 അധ്യയന വർഷത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയികൾ എന്നിവർക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. വായനശാല സെക്രട്ടറി പ്രഭാകരൻ KK അനുസ്മരണ പ്രഭാഷണം നടത്തി. ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, NSS സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത്, CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, കേരള സാഹിത്യ അക്കാദമി ചീഫ് ലൈബ്രറിയൻ ശാന്ത PK, വായനശാല ഭാരവാഹികളായ KK കുമാരൻ, KK സുരേഷ് ബാബു, കലാസമിതി പ്രസിഡന്റ് TS സുബ്രഹ്മണ്യൻ, രക്ഷാധികാരി രാമകൃഷ്ണൻ, പ്രസിഡന്റ് KK ദാസൻ എന്നിവർ സംസാരിച്ചു. VK ശ്രീകണ്ഠൻ MPയുടെ പട്ടാമ്പി മണ്ഡലത്തിലെ സ്വീകരണ പരിപാടികൾക്ക് തുടക്കമായി. തിരുവേഗപ്പുറ നടുവട്ടത്തു നിന്നുമായിരുന്നു MPയുടെ നന്ദി പ്രകടന പരിപാടികൾ ആരംഭിച്ചത്. 2 ദിവസങ്ങളിലായാണ് MP മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് VK ശ്രീകണ്ഠൻ MP പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ തിരുവേപ്പുറ പഞ്ചായത്തിലെ നടുവട്ടുനിന്നുമായിരുന്നു പര്യടനം ആരംഭിച്ചത്. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. നടുവട്ടുനിന്നും ആരംഭിച്ച സ്വീകരണ ചടങ്ങിൽ നേതാക്കളായ PT അവറാൻകുട്ടി ഹാജി, PT മുഹമ്മദ് കുട്ടി, M രാധാകൃഷ്ണൻ, KA റഷീദ്, KKA അസീസ്, B ഹുസൈൻകുട്ടി, KA ഹമീദ്, KKM ഷെരീഫ്, അലി കുന്നുമ്മേൽ, കമ്മുക്കുട്ടി എടത്തോൾ, ET ഉമ്മർ, അഡ്വക്കേറ്റ് K രാമദാസ്, PK ഉണ്ണികൃഷ്ണൻ, K ശ്രീജേഷ്, PKM ഷെഫീഖ്, PT ഹംസ, K സുരേഷ് ബാബു, ശ്രീധരൻ ചമ്പ്ര, PS ഹമീദ്, MT റഫീഖ്, നിസാർ തിരുവേഗപ്പുറ, രവി സരോവരം തുടങ്ങിയവരും പങ്കെടുത്തു. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് MPക്ക് നൽകിയത്. സംസാരിക്കുന്നില്ല, 5 കൊല്ലക്കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അടുത്ത 5 കൊല്ലം ഇനിയും ഊർജ്ജസ്വലമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും.
ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ വളരെ നിഷ്പക്ഷമായും നീതിപൂർവമായും പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ വലിയ തോതിലുള്ളൊരു പിന്തുണയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നും തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഇനിയും അത് തുടരും. ആത്മാർത്ഥമായി തന്നെ ഈ മണ്ഡലത്തിലെ പ്രദേശത്തിന്റെ വികസനങ്ങൾക്ക്, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കടുത്ത സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കേണ്ട പദ്ധതികൾ അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കും. ഈ നാടിന്റെ വികസനവും സാധാരണക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി UDFന്റെ പ്രഖ്യാപിത നയങ്ങൾ നടപ്പിലാക്കുന്നതിനും കേന്ദ്രത്തിലെ വർഗീയ ഫാസിസ്റ്റ് സർക്കാരിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ കൊണ്ട് ജനദ്രോഹം ഏറ്റെടുക്കേണ്ടി വന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ സംരക്ഷണത്തിനു വേണ്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും ശക്തമായ പ്രവർത്തനത്തിന്റെ ഒരു കള്ളിയായി ഇനിയും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പു നൽകിക്കൊണ്ട് വിവിധയിടങ്ങളിൽ വിവിധ നിവേദനങ്ങളും MP സ്വീകരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.